നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും MBBS സീറ്റുകളുടെ വർധനവ് കൃത്യമായിട്ടും അതിൻ്റെ കൃത്യമായ ചിത്രമായി. ഗവൺമെൻറ് മേഖലയിൽ 2 കോളേജുകളും സ്വകാര്യ മേഖലയിൽ ഒരു പുതിയ കോളേജും മറ്റ് 5 കോളേജുകളുടെ സീറ്റ് വർധനവുമൊക്കെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ സൈറ്റിൽ നിലവിൽ വന്നിരിക്കുന്നു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് മേഖലയിലെ 2 കോളേജുകൾ, കാസർഗോഡും വയനാടുമുള്ള കോളേജുകളുടെ 100 സീറ്റ് വർധനമാണുള്ളതെങ്കിൽ കേരള മെഡിക്കലിൻ്റെ 3ാം ഘട്ട അലോട്ട്മെൻറ്റിലാണ് സ്വകാര്യ മേഖലയിൽ വർദ്ധിച്ച സീറ്റുകളുടെയും പുതിയ കോളേജിൻ്റെയും സീറ്റുകൾ ഉണ്ടാവുക. ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോളേജിൻ്റെ സീറ്റ് വർധനവിലേക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ മൊത്തം കോളേജുകളുടെ MBBS സീറ്റുകളുടെ വർധനവിനെക്കുറിച്ചുമൊക്കെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ സൈറ്റിൽ കൃത്യമായ ഒരു വിശകലനമുണ്ട്. nmc.org.in എന്ന വെബ്സൈറ്റിലാണ് കോളേജുകളുടെ സീറ്റ് മെട്രിക്സ് നിലവിൽ വന്നിരിക്കുന്നത്. അതനുസരിച്ച് കേരളത്തിൽ 550 സീറ്റുകളുടെ വർധനമാണുള്ളത്. പക്ഷേ ഒരു സ്വകാര്യ കോളേജിലെ 50 സീറ്റുകൾ കുറഞ്ഞതുകൊണ്ട് മൊത്തം 500 സീറ്റിൻ്റെ വർധനമാണ് ഈ അധ്യയന വർഷത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമായിട്ട് കേരളത്തിൽ MBBS സീറ്റുകളുടെ വർധനവുണ്ടാകുന്നത്. ആദ്യമായി അൽ-അസർ മെഡിക്കൽ കോളേജ്, മുസ്ലിം മൈനോറിറ്റി കോളേജായിട്ടുള്ള അൽ-അസർ മെഡിക്കൽ കോളേജിൽ നിലവിൽ 150 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഈ അധ്യയന വർഷം അത് 250 സീറ്റായിരിക്കുന്നു. അതായത് 100 സീറ്റ് കൂടുതലായിട്ട് അൽ-അസറിൽ കിട്ടിയിരിക്കുന്നു. പിന്നെ സീറ്റ് കൂടിയിരിക്കുന്നത് ജൂബിലി മെഡിക്കൽ കോളേജാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജായ ജൂബിലി മെഡിക്കൽ കോളേജിൽ 100 സീറ്റ് എന്നുള്ളത് 150 സീറ്റായിരിക്കുന്നു. 50 സീറ്റിൻ്റെ വർധനവ് നിലവിൽ വന്നിരിക്കുന്നു. മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, മലബാർ മെഡിക്കൽ കോളേജ് ഒരു ജനറൽ കോളേജാണ്. പ്രത്യേകിച്ച് ഒരു മൈനോറിറ്റി കോളേജൊന്നും അല്ലാത്ത ഒരു മലബാർ മെഡിക്കൽ കോളേജിൽ 200 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 250 സീറ്റായിരിക്കുന്നു. 50 സീറ്റിൻ്റെ വർധനവ് ഈ അധ്യയന വർഷത്തിൽ നിലവിൽ വന്നിരിക്കുന്നു. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് പാലക്കാട്, PK ദാസിലും 200 സീറ്റ് എന്നുള്ളത് 250 ആയിരിക്കുന്നു. 50 സീറ്റിൻ്റെ വർധനവുണ്ടായിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറിൽ 150 സീറ്റ് എന്നുള്ളത് 100 സീറ്റായി കുറഞ്ഞിരിക്കുന്നു. 50 സീറ്റ് കുറച്ചിരിക്കുന്നു. അങ്ങനെയാണ് 550 സീറ്റിൻ്റെ വർധനവ് 500 സീറ്റായി കുറഞ്ഞത്. പിന്നെ സീറ്റ് കൂടിയിരിക്കുന്നത് മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജായിട്ടുള്ള ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലാണ്. 150 സീറ്റ് 200 സീറ്റായി 50 സീറ്റിൻ്റെ വർധനമാണ് ട്രാവൻകൂറിൽ വന്നിരിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജായിട്ടുള്ള കാസർഗോഡും വയനാടും പുതിയതായിട്ട് 50 സീറ്റുകൾ അനുവദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ഒരു കോളേജ് കൂടി നിലവിൽ വന്നിരിക്കുന്നു. അങ്ങനെ 20 സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്നുള്ളത് 21 സെൽഫ് ഫിനാൻസിങ് കോളേജ് ആകുന്നു. കേരള മെഡിക്കൽ കോളേജ് മാങ്ങോട്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മാങ്ങോടാണ് പുതിയതായിട്ട് 150 സീറ്റുമായിട്ട് പുതിയൊരു മെഡിക്കൽ കോളേജ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു 150 സീറ്റ് ഒരു കോളേജിൽ വരുമ്പോൾ സീറ്റ് മെട്രിക്സിൽ വലിയ വർധനവ്, അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ വലിയ വർധനവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ 14 കോളേജുകളും സ്വകാര്യ മേഖലയിൽ 21 കോളേജുകളുമായിരിക്കുന്നു. സീറ്റ് 500 സീറ്റിൻ്റെ വർധനവ്, 100 സീറ്റ് ഗവൺമെൻറ് മേഖലയിലും 400 സീറ്റ് സ്വകാര്യ മേഖലയിലും വർദ്ധിച്ചിരിക്കുന്നു. അതിൽ കേരള മെഡിക്കലിൻ്റെ 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് മേഖലയിലെ 100 സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ 400 സീറ്റ് 3ാം ഘട്ട അലോട്ട്മെൻറ്റിലായിരിക്കും ഉൾപ്പെടുത്തുക. അങ്ങനെ ആകെ ഇന്ത്യയിലെ 808 മെഡിക്കൽ കോളേജുകളാണ് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഡീംഡ് കോളേജിലുമായിട്ട് മൊത്തം 808 മെഡിക്കൽ കോളേജാണുള്ളത്. അതിൽ 1,17,750 സീറ്റുകളാണ് MBBSന് 2024-25 ഉണ്ടായിരുന്നത്. ഈ വർഷം അത് 6,850 സീറ്റിൻ്റെ വർധനമാണ്. 1,23,700 സീറ്റാണ് മൊത്തത്തിലുള്ളത്. അതിൽ നിന്ന് സീറ്റുകളുടെ എണ്ണം കുറവ് വന്നുകൊണ്ട് 5,794 സീറ്റ് ആണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പം മൊത്തം 1,17,750 പിന്നെ 5,794 സീറ്റാണ് കൂടിയിരിക്കുന്നത്. മൊത്തത്തിൽ 6,850 ഉണ്ടെങ്കിലും 1,056 സീറ്റുകൾ പല കോളേജിൽ നിന്നും കുറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് 5,794 സീറ്റിൻ്റെ വർധനവ് ഉണ്ടായിരിക്കുന്നത്. കേരള മെഡിക്കലിൻ്റെ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് MBBS BDSന് നടന്നുകൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതി രാവിലെ 11 മണി വരെയാണ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം.
ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലെയും MBBSും BDSുമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ സാധിക്കുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്നത് 2 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് നിങ്ങളുടെ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് നിങ്ങളുടെ ഓപ്ഷൻ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് കിട്ടിയ സീറ്റിനേക്കാളും താല്പര്യമുള്ളതെല്ലാം ഓപ്ഷനിൽ നിലനിർത്തുകയും ചെയ്യാം. താല്പര്യമില്ലാത്ത കോളേജുകൾ ഡിലീറ്റ് ചെയ്യുക. ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവരും മാക്സിമം ഓപ്ഷൻസ് കൊടുത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായും ചെയ്യണം. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.